ഔസേപ്പിന്റെ ഒസ്യത്ത് എന്ന് പറഞ്ഞ ചിത്രത്തിന്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. വിജയരാഘവൻ അങ്ങനെ വെച്ചടി ഓരോ വേഷങ്ങൾ ചെയ്ത് നമ്മൾ അങ്ങോട്ട് ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ചിത്രമാണ്. അപ്പൊ നമുക്കൊന്ന് കാണാം. ഇതെന്നാ ചേട്ടത്തിന്റെ ഫോട്ടോ ആദ്യമായിട്ടാണ് കാണുന്നത്? അവളെ പറിച്ചു വെച്ച പോലെയാ നമ്മുടെ റോയ്. എന്റെ അമ്മോ, വിജയരാഘവന്റെ ലുക്ക് ആകെ മാറിപ്പോയല്ലേ. റൈഫിൾ ക്ലബിൽ കണ്ട ആ ഒരു ഭാവഭേദങ്ങളല്ല ഇതില്. അടിപൊളി നടനാണ് അദ്ദേഹം. ഇവിടെ നിന്ന് അങ്ങോട്ട് മൊത്തം 60 ഏക്കറോളം വരുന്ന ഔസേപ്പിന്റെ തോട്ടം. ഈ റോഡിൽ നിന്ന് അവസാനിക്കുന്ന ഔസേപ്പിന്റെ വീട്ടിൽ. നീ എങ്ങനെയാണ് പണിക്കൊന്നും പോയി ജീവിക്കുന്നത്? അപ്പനെ ഊറ്റിട്ട് പോയട്ടെ. എനിക്കേ നല്ല മാന്യമായ ജോലി. സംവിധാനം RJ ശരത്ചന്ദ്രനാണ്. അതുപോലെ തന്നെ അതിന്റെ തിരക്കഥ ഒരുക്കിയിട്ടുള്ളത് ഫസൽ ഹസനാണ് കേട്ടോ. അപ്പൊ ഒരു മികച്ച ചിത്രമായി മാറട്ടെ എന്ന് നമ്മൾ ആശംസിക്കുകയാണ്. ബാക്കി കാണാം. സാറേ, നാളെയും കാണാല്ലേ? എനിക്കൊന്ന് വീട് വരെ പോണായിരുന്നു. ആ വർഗീസ് ചേട്ടന്റെ മോളുടെ പുറകെ നടക്കാനുള്ള കാശെങ്കിലും കിട്ടുവാടാ. എന്റെ അച്ചോ, എന്തിനാ ഈ ഓടിച്ചോടുത്തി AC? ഒരു 5-6 ഫാൻ മേടിച്ചിട്ടാ പോരെ? എന്റെ പൊന്ന് സാറേ, നിങ്ങൾ എന്നെ എഴുതി പിടിച്ചിടരുത്. നിങ്ങളും ആ നായരും തമ്മിലാ ഇടപാട്. അതുപോലെ തന്നെ റൈഫിൾ ക്ലബിൽ നമ്മൾ കണ്ടതാണ് ദിലീഷ് പോത്തന്റെ അഭിനയം. അദ്ദേഹം ഇതിൽ വന്നതാണ് വേറൊരു ഭാവഭേദത്തിലാണ് വന്നിട്ടുള്ളത്. അപ്പൊ വിജയരാഘവനും ദിലീഷ് പോത്തനും കൂടി ഒന്നിക്കുന്ന ഒരു മികച്ച ചിത്രമായിരിക്കും. ഒരു കുടുംബ സദസ്സിനെ പിടിച്ചിരുത്താവുന്ന ഒരു ചിത്രമായിരിക്കും എന്നാണ് എന്റെ പ്രതീക്ഷ. ബാക്കി കാണാം നമുക്ക്. സ്റ്റോർ റൂമിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ചെറിയ ശബ്ദം കേട്ടിട്ടാണ് ഞാൻ അങ്ങോട്ട് ചെന്നത്. എന്നെ കണ്ടതും ആരോ അതിൽ നിന്നിറങ്ങി ഓടി. ഞാൻ പുറകെ. ഞാൻ ധന്യ, പോലീസിൽ നിന്ന്. But I hope you understand the gravity of the situation, Dhanya. അതെന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഞാൻ നോക്കിയിട്ട് നിങ്ങൾ പോയി കളക്ടറെ ഒന്ന് കണ്ടു നോക്കും. എന്നിട്ട് എന്തെങ്കിലും ഒരു പരാതി കൊടുക്കും. ഉണ്ടാക്കും. നീ മാത്രമല്ല ഇവിടെ പോലീസുകാരനായിട്ടുള്ളത് കേട്ടോ. ജോർജി സിനിമയില്ലേ, ആ സിനിമയുടെ ഒക്കെ ഒരു സ്റ്റൈല് പോലെയാണ് ഇതിന്റെ മേക്കിംഗ് ഒക്കെ പോയിട്ടുള്ളത്. അങ്ങനെ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഔസേപ്പായിട്ട് വിജയരാഘവനും മൈക്കിളായിട്ട് ദിലീഷ് പോത്തനാണ് ഇതിൽ അഭിനയിക്കുന്ന. കഥാപാത്രങ്ങളുടെ പേര് അങ്ങനെയാണ്. ബാക്കി കാണാം നമുക്ക്. ഒരു 2 ആഴ്ച കൂടി തൽക്കാലം ഞാൻ പറഞ്ഞു നിർത്താം. നിന്റെ അപ്പം വിചാരിച്ച ഈ പ്രശ്നം പുഷ്പം പോലെ പരിഹരിക്കാവുന്നേ ഉള്ളൂ. താൻ ഞങ്ങളെ പേടിപ്പിക്കണം. എത്ര ഉണ്ടോ? കുറച്ചുണ്ടപ്പാ. താൻ എന്നോടെങ്കിലും സത്യം തുറന്നു പറഞ്ഞു. അവിടെ നിന്നും മേടിച്ചിട്ടുണ്ടെങ്കിലേ അതിനുള്ള കൂടെ അവിടെ കാണിച്ചാൽ മതി. നിയമം നോക്കാനുള്ള പോലീസ് ഉണ്ട്. ആരെക്കടാ ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല ചേട്ടാ. നിമിഷ നേരം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് തമ്മി തല്ലുന്ന ഒരു അവസ്ഥ വരെ എത്തിയേക്കാണെന്നാണ് നമുക്ക് തോന്നണേ കേട്ടാ. അതിൽ കണ്ടില്ലേ, ഷാജോൻ മറ്റേ അനിയനാണെന്ന് തോന്നുന്നു ആ കഥാപാത്രത്തിന് തല്ലണണ്ട. എന്താ സിനിമ അങ്ങോട്ട് വൈകാരികമായി നമ്മളങ്ങോട്ട് പിടിമുറുക്കാനുള്ളൊരു അവസ്ഥ കാണാണ്ട് ഇതില്. നീ കേസ് നടത്തി എന്നെ അണ്ണാക്കി കയറ്റിക്കളെന്നുള്ള പേടിയൊന്നും എനിക്കില്ല. അനിയനല്ല, മകനായിരുന്നു. അതെനിക്ക് ഉറപ്പാണ്. ഇനി വേണ്ടത് എവിഡൻസാണ്. സാക്ഷികളുമില്ല, മോട്ടീവുമില്ല. ശരത്ചന്ദ്രൻ RJ ഹുസൈപ്പിൻ്റെ ഒസ്യത്ത് മാർച്ച് 7-ാം തീയതിയാണ് തിയേറ്ററിലെത്തുന്നത്. ഒരു മികച്ച ചിത്രമായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. ധന്യ എന്ന് പറഞ്ഞൊരു കഥാപാത്രത്തിനാണ് ഇതിൽ കനി കുസൃതി ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരോടും ഓക്കെ, ടാറ്റ, ബൈ ബൈ.